നമസ്കാരം. എല്ലാവർക്കും ജീവിതത്തിൽ എപ്പോഴും ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യട്ടെ. സർവശക്തനായ ഗുരുവായൂരപ്പനെ എപ്പോഴും ഗീതാവചനങ്ങളിലൂടെ നിങ്ങളിലേക്ക് അവതരിപ്പിക്കുമ്പോൾ എൻ്റെ ഈ മോഹം അതുതന്നെയാണ്. പലപ്പോഴും ഈ പറഞ്ഞ ശാന്തിയും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ വരുന്നതിൻ്റെ പരമപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് ഉള്ളതിലെ തൃപ്തിയില്ലായ്മ. പലപ്പോഴും നമ്മുടെ കയ്യിലുള്ള വസ്തുവിനെ കാണാതെ മറ്റുള്ളവരുടെ കൈകളിലെ വസ്തുവിനെ നോക്കുന്നതാണ് ജീവിതത്തിലെ ആദ്യത്തെ നമ്മുടെ ദുഃഖത്തിന് കാരണം. എന്നിലുള്ള സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളെ അനുഭവിക്കാതെ മറ്റുള്ളവർ സന്തോഷമായിട്ട് അനുഭവിക്കുന്ന നിമിഷങ്ങളിലേക്ക് നോക്കിയിരുന്ന് നാം നമ്മുടെ സമയം വൃഥ പാഴാവിലാക്കുന്നു. നാം മനസ്സിലാക്കേണ്ടത് ഈ ലോകത്തിലുള്ള ഓരോ ജീവജാലങ്ങൾക്കും ഒരേ സമയം തന്നെയാണ് തന്നിരിക്കുന്നത്. അത് എപ്രകാരം സന്തോഷത്തോടുകൂടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിലെ സന്തോഷത്തിനും സമാധാനത്തിനും ആത്യന്തികമായിട്ടുള്ള കാരണം. മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയും മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയും ഉപയോഗിക്കുന്ന സമയം നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ സന്തോഷങ്ങളെ കണ്ടെത്തുവാൻ നാം എപ്പോൾ ഉപയോഗിച്ച് തുടങ്ങുന്നുവോ അപ്പോഴാണ് നമ്മുടെ ജീവിതവും ശാന്തിയും സമാധാനവും നിറഞ്ഞതാവുക. മറ്റൊരാളുടെ ശാന്തിയെയോ മറ്റൊരാളുടെ സമാധാനത്തെയോ ഒരു കാരണവശാലും നാം വിലയിരുത്താതിരിക്കുക. അത് അയാൾക്ക് മാത്രമുള്ളതാണ്. നമുക്കുള്ളത് നാം തന്നെ തേടി കണ്ടെത്തുക തന്നെ നിർബന്ധമായിട്ടും വേണം. അല്ല എങ്കിൽ നമുക്കത് അനുഭവിക്കാൻ സാധിക്കുകയില്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ കുന്നംകുളം സൈഡിലേക്ക് എൻ്റെ വണ്ടിയിൽ പോകുമ്പോൾ ഒരു മനുഷ്യൻ, ഒരു പ്രായമായിട്ടുള്ളൊരു വൃദ്ധൻ, അദ്ദേഹം തലയിൽ ഒരു ചാക്ക് നിറയെ അവിലുമായിട്ട് നടന്നു വരുന്നു. എൻ്റെ വീടിൻ്റെ സമീപത്തുള്ള വഴികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുന്നും മലകളാണ്. അവ നല്ല കയറ്റിറക്കങ്ങൾ ധാരാളം ഉണ്ടാകും. ഈ ഒരു കയറ്റത്തൂടെയാണ് അദ്ദേഹം ഈ തലയിൽ ചാക്കുമായി വരുന്നത്. ഇടയ്ക്ക് അവില് എന്ന് വിളിച്ചു പറയുന്നുമുണ്ട്. അപ്പോൾ ഞാൻ ഒരു കൗതുകത്തിന് അദ്ദേഹത്തിൻ്റെ അടുത്ത് വണ്ടി നിർത്തിയിട്ട് ഞാൻ ചോദിച്ചു, ഇതിലെന്താണ്? അപ്പോൾ അവിലാണ് എന്ന് പറഞ്ഞു. ഞാനൊരു അവിൽ പൊതി വാങ്ങിക്കുകയും അവിൽ വാങ്ങിച്ചത് അവിലെനിക്ക് ആവശ്യമുണ്ടായിട്ടല്ല, പക്ഷേ എന്നാലും ഒരു കൗതുകത്തിന് ഇപ്പോഴും ഈ കാലഘട്ടത്തിലും അങ്ങനെ തലയിൽ അവിലുമായി നടന്നുകൊണ്ട് ആ ജോലി ചെയ്യുന്ന ആ മനുഷ്യനും വലിയൊരു കഥയുണ്ടാകും എന്നെനിക്ക് തോന്നി. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിർത്തിയിട്ട് ഈ അവിൽ വാങ്ങിക്കുന്ന സമയത്ത് ചുമ്മാ ഒരു സംസാരം, വെറുതെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കാമെന്ന് കരുതിയിട്ട്, എവിടെയാണ് വീട്, എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം വിശദമായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലിയെ പറ്റിയിട്ട് പറയുകയുണ്ടായി. അദ്ദേഹം കുറേ വർഷങ്ങളായിട്ട് ഈ അവിൽ വിൽപ്പന തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജോലി. ഒരു ഭാര്യയുണ്ട്, 2 പെൺമക്കളുണ്ട്. ഈ 2 പെൺമക്കളുടെയും വിവാഹം കഴിഞ്ഞിരിക്കുന്നു. ഈ വിവാഹം കഴിക്കുന്ന സമയത്ത്, ഈ പെൺകുട്ടികളെ വിവാഹം കഴിച്ച് അയക്കുന്ന സമയത്തും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഈ അവിൽ വിൽപ്പന തന്നെയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ഇതിൻ്റെ ഈ സാമ്പത്തിക ലാഭത്തെപ്പറ്റി ചോദിച്ചപ്പോൾ ഒരു ദിവസം 500-600 രൂപ വരെയൊക്കെ അദ്ദേഹത്തിന് കിട്ടും. അദ്ദേഹം ബസ്സിൽ ഈ പറയുന്ന ഓരോ സ്ഥലങ്ങളിലെത്തുന്നു. അവിടെ എത്തിയതിന് ശേഷം തലയിൽ ഈ അവിലുമായിട്ട് ഈ വീടുകളിലൊക്കെ സഞ്ചരിച്ച് അത് വിൽപ്പന നടത്തുന്നു. നമ്മുടെ നാട്ടുപുറങ്ങളിലൊക്കെ പലതരത്തിൽ ഇത്തരം കച്ചവടങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ ജീവിതം നയിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ അദ്ദേഹത്തിന് ഈ 2 പെൺമക്കളെ വിവാഹം കഴിച്ചയക്കാനും അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതം ഇപ്പോഴും നയിക്കുവാനും അദ്ദേഹം ചെയ്യുന്ന ഈ തൊഴിൽ നമുക്കെപ്പോഴും ഒരിക്കൽ കൂടി നമ്മൾ ആലോചിക്കണം. നമുക്ക് എത്രയോ ഉന്നതമായിട്ടുള്ള ജോലിയുള്ള ആൾക്കാർക്ക് പോലും പലപ്പോഴും സമാധാനത്തിലും സന്തോഷത്തിലും പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാതിരിക്കുമ്പോഴും ഈ നിസാരമായിട്ടുള്ള ഈ ജോലി ചെയ്യുന്ന അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് സന്തോഷത്തിൽ ചിരിച്ചുകൊണ്ട് നമുക്ക് അവില് തരുമ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ കൈപ്പേറിയതാണെന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കും. കാരണം ഈ തലയിലൊക്കെ ചുമന്നുകൊണ്ട് ലോകം മുഴുവൻ സഞ്ചരിച്ചുകൊണ്ട് 500-600 രൂപയാണ് ഒരു ദിവസം മാക്സിമം അദ്ദേഹത്തിന് കിട്ടുക. 1000 രൂപ കിട്ടിയ ദിവസങ്ങളൊക്കെ ഉണ്ട്. അത് വളരെ അപൂർവമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് അതുകൊണ്ട് അദ്ദേഹം ഇത്രയും കാലം ജീവിച്ചില്ലേ? അപ്പോൾ നമുക്ക് കിട്ടുന്നതിലെ സംതൃപ്തിയോടുകൂടി നാം എങ്ങനെ കഴിയുന്നുവോ അതാണ് നമ്മുടെ ജീവിതത്തിലെ സന്തോഷം. അദ്ദേഹത്തിന് ആ കിട്ടുന്ന പണം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ, ഒരു കുടുംബം നയിച്ചുകൊണ്ട് വളരെ സന്തോഷകരമായിട്ട് പോകുന്നെങ്കിൽ നമുക്കും അത് സാധിക്കും. പക്ഷേ നമ്മളെപ്പോഴും നമ്മളിലുള്ളതിനെ കാണാതെ പോകുന്നത് കൊണ്ടുള്ളൊരു പരാജയം മാത്രമേ നമുക്കുണ്ടായിട്ടുള്ളൂ. ഇനി മുതലെങ്കിലും നമ്മളെപ്പോഴും ചിന്തിക്കുക, നമുക്ക് താഴെയും നമുക്കുള്ള വരുമാനത്തിൽ താഴെയും വരുമാനമുള്ള ആൾക്കാർ ഈ പ്രപഞ്ചത്തിൽ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. പക്ഷേ നമുക്കിത്രയും ഉണ്ടല്ലോ ഭഗവാനെ, അതിനെനിക്ക് അങ്ങയോട് ഒരുപാട് നന്ദി എന്ന് സദാസമയവും നമുക്ക് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ കിട്ടിയിരിക്കുന്ന ഇതൊന്നും നമ്മുടെയല്ല. നമ്മുടെ പ്രിയപ്പെട്ടവർ പോലും നമ്മുടെ സ്വന്തമല്ല. ഒരു ദിവസം അവരെല്ലാവരും നമ്മളെ വിട്ട് യാത്രയാകും.
ചിലപ്പോൾ ചില കാര്യങ്ങളിൽ നമ്മളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നമ്മളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ സ്വജനാദി മിത്രജനങ്ങളുണ്ടാകും. ഇതൊക്കെ നമ്മൾ സ്വന്തമാണെന്ന് കരുതി സ്നേഹിച്ച നിമിഷം, ഇവരൊക്കെ എൻ്റെയാണെന്ന് കരുതി സ്നേഹിച്ച നിമിഷമാണ് നമുക്ക് പരാജയം സംഭവിക്കുക. സത്യത്തിൽ ഇതിനെയൊക്കെ നിസ്സാരമായി കാണുവാനായിട്ട് സാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഗീതാ പഠന ക്ലാസ്, ഗീതാവചനങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാകുന്ന രീതിയിൽ ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ആ ഗീതാവചനങ്ങൾ ഞാൻ പറയുവാൻ ശ്രമിച്ചത്. ഏറ്റവും ലളിതമായ ഭാഷയിൽ, അതിലെ സംസ്കൃതവും മറ്റുള്ള തീക്ഷണമായിട്ടുള്ള ഭാഷകളും വചനങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ സാരാംശം ഏറ്റവും ലളിതമായ ഭാഷയിൽ നിങ്ങൾക്ക് മനസ്സിലാകുവാൻ വേണ്ടിയിട്ട് പറയാൻ കാരണം, ജീവിതത്തിൽ നമുക്ക് സന്തോഷവും സമാധാനവും എവിടെ നിന്നെല്ലാമാണോ ലഭിക്കുക അതിലേക്ക് നിങ്ങൾക്ക് എത്തുവാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും സ്നേഹം ആവശ്യമാണ്, പക്ഷേ അതൊരിക്കലും ബന്ധനമാവരുത്. സ്നേഹമെന്നത് ബന്ധനമായാൽ ഒരിക്കലും നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുകയില്ല. അത് സ്നേഹമെന്നത് വളരെ കരുണാമയമായിരിക്കുന്ന അവസ്ഥയിലേക്കും പരസ്പരം സഹായിക്കുവാനും വളരെ സന്തോഷത്തോടു കൂടിയിട്ട്, സ്നേഹത്തോടു കൂടിയിട്ട് മറ്റുള്ളവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒരുപോലെ പ്രവേശിക്കുവാനും അവർക്ക് വേണ്ട നല്ല വാക്കുകൾ പറയുവാനും നമുക്ക് എപ്പോഴെല്ലാം സാധിക്കുന്നുവോ അപ്പോഴൊക്കെ നമ്മൾ ആ സാഹചര്യം ഉപയോഗപ്പെടുത്തുക. അത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പോസിറ്റീവായിട്ടുള്ള, വളരെയധികം സന്തോഷകരമായിട്ടുള്ള അവസ്ഥ തനിയെ വന്ന് ചേർക്കുന്നതായിരിക്കും. കാലം നമുക്ക് നല്ല ബന്ധങ്ങൾ നൽകും. ആ ബന്ധങ്ങളാണ് നമ്മളിവിടെ എത്തിച്ചത്. എൻ്റെ വാക്കുകൾ കേൾക്കുകയും എൻ്റെ വാക്കുകൾക്ക് നിങ്ങൾ സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി അല്പം കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ലൈക്കുകൾ രേഖപ്പെടുത്തുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഇതൊന്നും നമ്മൾ കൂട്ടിച്ചേർത്തതല്ല, ഗുരുവായൂരപ്പൻ നമ്മളെല്ലാവരെയും കൂട്ടിച്ചേർത്തതാണ്. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്കെല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലും നല്ല ബന്ധങ്ങളുണ്ടാകും, നല്ല സൗഹാർദ്ദമുണ്ടാകും, നല്ല ശാന്തിയും സമാധാനവും ഉണ്ടാവും. എല്ലാവർക്കും എല്ലായ്പ്പോഴും നന്മ മാത്രം വരട്ടെ. സ്നേഹം, സന്തോഷം.